ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു യമണ്ടൻ റെസിപ്പിയാണ്. ബീഫും നല്ലൊരു പൊറോട്ടയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും ഒരു തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു കഷ്ണം പട്ട 4 കറാമ്പും ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കാം. അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. അപ്പോൾ ഇതുപോലെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം നല്ല ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചത്. അപ്പോൾ ചെറുതായിട്ട് ഒരു വെള്ളം ഉണ്ട് ഇതിൽ. ഇനി നമുക്കിതിലായിട്ട് പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി നന്നായി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 10 പീസോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ ഇഞ്ചിയാണ് 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവിയോട് കൂടിയാണെന്ന് വേണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇടാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ബീഫ് കറിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറിവേപ്പിലേക്ക് ഇടുമ്പോഴല്ലേ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ അതുപോലെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീഫ് കറി അവിടെ ഒന്ന് കുറുകി വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊറോട്ട എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പൊറോട്ടയിലാണ് ഞാൻ ഈ ഒരു ബീഫ് സെറ്റാക്കി എടുക്കുന്നത്. ഇതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബീഫ് കറി ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് 2 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് നല്ലോണം സ്റ്റിക്കായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു പൊറോട്ടയാണ്. നമ്മൾ കടയിൽ നിന്നെല്ലാം ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊറോട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല പഫായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചൂടാക്കുന്നത് ഇതുപോലത്തെ നമ്മുടെ ടോസ്റ്ററിലാണ്. ടോസ്റ്ററിൽ വെച്ച് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലായി കിട്ടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വാങ്ങി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നമുക്കൊരു സാൻഡ്വിച്ചെല്ലാം പോലെ അങ്ങനെ കഴിക്കാൻ പറ്റും. നല്ലൊരു സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ടോസ്റ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പഫായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു പൊറോട്ടയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ടും കൂടി കാണിച്ചു തരാം. നല്ല ഉള്ളിലൊക്കെ നല്ല വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.